പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ദിവസത്തെ വലിയ സമ്മാനമാണിത്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഈ പരിശുദ്ധാത്മാവ് എന്നെ അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ അഭിഷേകം? കുറച്ച് വർഷം മുമ്പുണ്ടായ ഒരു സംഭവം അതെൻ്റെ ഈ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുക. ഭാര്യ മുഖം വീർപ്പിച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഒരു സമ്മാനമായിട്ട് ഈ വചനം നൽകുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഇത് കർത്താവ് നിനക്ക് വേണ്ടി നൽകുന്ന ഒരു സമ്മാന വചനമാണ്, ഒരു ഗിഫ്റ്റാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സമ്മാന വചനമാണ്. അതുകൊണ്ട് ആ വചനം ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വചനമാണ്. നമുക്ക് ഈ വചനം ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ മണ്ണിലേക്ക് കാല് ചവിട്ടിക്കൊണ്ട് ഈശോ പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാണ്. ഈശോ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തൻ്റെ നയപ്രഖ്യാപനം പോലെ ഈശോ ആദ്യം പറഞ്ഞ സെന്റൻസ് ആണ് ഇപ്പോൾ വായിച്ചത്. വചനം പറയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നല്ല ഒച്ചത്തിൽ നിവർന്നിരുന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു നല്ല സൂത്ര പരിപാടിയാണ്. എന്താണെന്നറിയാവോ? ഇപ്പൊ പറഞ്ഞ ഈ വചനം ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ സ്വയം പറയണം. എന്തിനാ ഇങ്ങനെ പറയണമെന്നറിയോ? ഇങ്ങനെ പറയുന്നതനുസരിച്ച് നമ്മളെ പീഡിപ്പിക്കുന്ന തിന്മ വിട്ടുപോകും. നമ്മളെ ദുരാത്മാവ് പലതരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കും, പല രീതികളിൽ. ഇപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വയം പറയണം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഇങ്ങനെ നമ്മൾ പറയുന്നതനുസരിച്ച് രോഗസൗഖ്യം, ശാരീരികമായിട്ടുള്ള മേഖലകളിൽ വിടുതൽ, അതോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ടുള്ള ഡെലിവറൻസും നമുക്ക് കിട്ടും. എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പറഞ്ഞേ, അപ്പൊ ഈശോ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ മണ്ണിലേക്ക് കാല് ചവിട്ടിയിട്ട് ഈ ലോകത്തോട് വിളിച്ചു പറയാണ്, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തുക മാത്രമല്ല, നെക്സ്റ്റ് സെന്റൻസ് എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അടുത്തത് എന്താണ്? ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അനോയിന്റിങ്, അഭിഷേകം. പറഞ്ഞേ, അഭിഷേകം. പറഞ്ഞേ, അഭിഷേകം. വാ തുറന്നു പറ, അഭിഷേകം. അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ കൃപയാണ് അഭിഷേകം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറയാണ്, എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവ് എന്നെ അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ അഭിഷേകം? ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്, അഭിഷേകം ലഭിക്കുന്നത് ആ വ്യക്തിയുടെ കൊച്ചു സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ആ വ്യക്തിയിലൂടെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിനക്ക് പരിശുദ്ധാത്മാവ്? സുവിശേഷം പ്രസംഗിക്കാനാണ്, സുവിശേഷം ജീവിക്കാനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവരോടൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. പറഞ്ഞു കൊടുത്തേ, നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തി ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്?
സുവിശേഷം പ്രസംഗിക്കണം. അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നീ സുവിശേഷം പ്രസംഗിക്കണം. നീ സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. എന്ത് പ്രസംഗിക്കണം? വചനം പറയണം, വചനം ജീവിക്കണം, വചനം പറയണം, വചനം ജീവിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേ ഇനി ശ്രദ്ധിച്ചേ, ഇങ്ങനെ പരിശുദ്ധാത്മാവുള്ള വ്യക്തി വചനം പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ഒന്നും കൂടെ വായിച്ചേ. 4-ാം അധ്യായം 18-ാം തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. അടുത്തത് എന്താണ്? ബന്ധിതർക്ക് മോചനം, അന്തർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. 3 കാര്യങ്ങൾ. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്തേ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? ബന്ധിതർക്ക് മോചനം. ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ കാര്യം ബന്ധിതർക്ക് മോചനം. ബന്ധനം കേട്ടിട്ടുണ്ടോ? ബന്ധനം കേട്ടിട്ടുണ്ടോ? എന്താ ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബന്ധനം, ബന്ധനം എന്ന് പറഞ്ഞാൽ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥ. ഉദാഹരണത്തിന് പറമ്പിൽ കൂടെ ഒരു പശു ഓടി നടക്കുന്നു. ഈ ഓടി നടക്കുന്ന പശുവിനെ പിടിച്ച് ഒരു കയറെ കെട്ടി ഒരു തെങ്ങിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പശു ആ തെങ്ങിന് ചുറ്റും മാത്രമേ നടക്കുകയുള്ളൂ. അതിന് വേറെ എങ്ങോട്ടും പോകാൻ സ്വാതന്ത്ര്യമില്ല. അത് കെട്ടപ്പെട്ട ഒരവസ്ഥയിലാണ്, ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ചില ബന്ധനങ്ങൾ ഉണ്ട്. ഇപ്പൊ ചിലർ ചിന്തിക്കും, എന്നെ ആരും കെട്ടിയിട്ടിട്ടില്ലല്ലോ, അല്ലേ? കസേരയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, എന്നെ ആരും കെട്ടിയിട്ടിട്ടില്ലല്ലോ, ഞാൻ ഇവിടെ സ്വതന്ത്രമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതേ, ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ കെട്ടിയിരിക്കുന്ന കയറല്ല, മറിച്ച് നിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ നിന്നെ കെട്ടിയിട്ടിരിക്കുന്നു. ഉള്ളിലാണത്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ചേ. എല്ലാവരും വലതുകരം നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. നിന്റെ ഉള്ളിലുള്ള ഈ ബന്ധനങ്ങളിൽ കർത്താവ് ഒരു സ്വാതന്ത്ര്യം നൽകാൻ ആഗ്രഹിക്കുകയാണ്. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ബന്ധനം. രണ്ടാമത്തെ എന്താണ്? അന്തർക്ക് കാഴ്ച. ഇങ്ങോട്ട് നോക്കിക്കേ, നല്ല കാഴ്ചശക്തി ഉണ്ടല്ലോ, അല്ലേ? കണ്ണാടി ഉള്ളവരധികം പേരില്ല, കണ്ണടയുള്ളവരധികം പേരില്ല, എല്ലാവർക്കും നല്ല കാഴ്ചശക്തിയുണ്ട്. ദേ, ഈ കാഴ്ചയല്ല വചനം ഉദ്ദേശിക്കുന്നത്. ഏത് കാഴ്ചയാ? അകത്ത് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീയ അന്ധകാരം. അത് ഉള്ളിലാണ്, ആത്മീയ അന്ധകാരം. അടുത്തത് പറയുന്നു അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ, അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലെന്നേ, ഒരു കുഴപ്പമില്ല, ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു അനുഭവം ഇല്ല. പക്ഷെ ഇത് ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിലാണ്. പുറമേ കാണുന്നതല്ല നമ്മുടെ ഒറിജിനൽ അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറമെയുള്ളതിനേക്കാളും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഇന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അഭിഷേകം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ ശുശ്രൂഷ മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പുറത്തല്ല, അകത്തെ കാര്യങ്ങളെക്കുറിച്ചാണ്. അകത്തെ കാര്യങ്ങളെക്കുറിച്ചൊരു ശ്രദ്ധ വേണം. കാരണം എന്താണെന്നറിയാവോ? ഈ അകത്തുള്ളതനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനം. മലയാളത്തിൽ പറയും മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് അകത്തുള്ള വികാരങ്ങളും അകത്തുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്, ഇല്ലേ? ശരീരം പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഭാര്യ മുഖം വീർപ്പിച്ചിരിക്കുന്നു. മുഖം വീർപ്പിച്ചിരിക്കുന്നു. ഉടനെ തന്നെ ഭർത്താവിന് എന്തു മനസ്സിലാവണം? ഭാര്യ കടന്നൽ കുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ആണോ? അല്ല. ഭാര്യയുടെ ഉള്ളിൽ എന്തോ കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് ഈ മുഖം വീർപ്പിച്ചിരിക്കുന്നത്. ആ കാര്യം അറിയണം. അതിലാണ് നിന്റെ വിജയം ഇരിക്കുന്നത്. മനസ്സിനെ പഠിക്കണം. നിന്റെ കൂടെയുള്ള വ്യക്തികളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയണം.
പുറം നോക്കി നമ്മൾ വിധിക്കരുത്. പലപ്പോഴും നമ്മൾ ഒരാളെ വിധിക്കുന്നത് പുറമേ കണ്ടിട്ടാണ്. ഒരാളുടെ നടപ്പും ചിരിയും വർത്തമാനമൊക്കെ കാണുമ്പോൾ അയ്യോ എന്നാ രസമാണല്ലേ, എന്ത് രസമാണ്. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ഇടവകപ്പള്ളി ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ഇടവകയിലുണ്ടല്ലോ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ആത്മഹത്യ നടന്നച്ചാ. അച്ഛനും വായിച്ചിട്ടുണ്ടാവും, പത്രത്തിലൊക്കെ വന്ന് വാർത്തയൊക്കെ ആയിരുന്നു. അച്ഛാ അയ്യോ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല. ചോദിച്ചു വന്നപ്പോഴത്തേക്കൊരു ഭാര്യയും ഭർത്താവും. ഇവരാ ഇടവകയിലെ മാതൃകാ ദമ്പതികളെന്നാണ് വികാരിയച്ഛൻ പറഞ്ഞത്. അച്ഛാ എല്ലാ ദിവസവും അവർ ബൈക്കിലാണ് പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്. രണ്ടുപേരും കൂടെ ബൈക്കേലിരുന്ന് വരുന്ന വരവ് കണ്ടാൽ അച്ഛാ നാട്ടുകാർക്ക് കുശുമ്പ് തോന്നും. അയ്യോ എന്ന വരവാണെന്നറിയോ അച്ഛാ. ഇവിടത്തെയുള്ള എല്ലാ പ്രവൃത്തികളിലും അവർ വളരെ ആക്റ്റീവാണ്. മതപരമായ കാര്യങ്ങൾ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള സാംസ്കാരികമായ കാര്യങ്ങളിലൊക്കെ ഹസ്ബൻഡും വൈഫും വളരെ ആക്റ്റീവാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ അവരെ കണ്ടിട്ടുള്ളൂ. അവരുടെ നടപ്പ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്തവർക്ക് പോലും അസൂയ തോന്നും. കാരണം കല്യാണം കഴിക്കാൻ കൊതി തോന്നും. അതുപോലെയാണ് ചക്കരയും അടയും പോലെയാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. അച്ഛാ അവർ ആത്മഹത്യ ചെയ്തച്ഛാ. ഞാൻ ചോദിച്ചു എന്താ കാരണം? അച്ഛാ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പുറത്താരോടും പറഞ്ഞില്ല. അവർ ഈ ചിരിച്ചു നടന്നപ്പോഴും അവർ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴും സത്യത്തിൽ അവർ വലിയ തീക്കകത്തായിരുന്നു. പുറത്തു പറഞ്ഞില്ല. അച്ഛാ അവരുടെ ഉള്ളിലെ അപമാനഭാരം സഹിക്കാൻ വന്നിട്ട് അവർ ആത്മഹത്യ ചെയ്തു. ദേ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മൾ ഒരു മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുടെ പുറമേയുള്ള നടപ്പും വസ്ത്രധാരണവും അവരുടെ വണ്ടിയും വീടും കണ്ട് വിലയിരുത്തണ്ട. മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളു പഠിക്കാൻ ശ്രമിക്കണം. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. വളരെ പ്രത്യേകിച്ച് കുടുംബങ്ങൾ ജീവിക്കുന്നവരെ ഭാര്യമാര് ഭർത്താവിൻ്റെ ഉള്ളറിയാൻ ശ്രമിക്കണം. അതേന്ന് അങ്ങനെയാണെങ്കിൽ എന്തോരം പ്രശ്നങ്ങൾ തീരുമെന്നറിയോ? നാളുകൾക്ക് മുമ്പ് ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നൊരു ഭർത്താവ് മദ്യപാനിയാണ്. ഭാര്യയുടെ പരാതിയാണ്, അച്ഛാ കുടിയനാണ് കുടിയൻ. പറഞ്ഞ് ഞാൻ മടുത്തച്ഛാ. ഞാൻ ചോദിച്ചു ഈ സഹോദരിയോട്, ഭർത്താവിനോട് സംസാരിക്കാറുണ്ടോ? എന്നാ സംസാരിക്കാനാ? ഈ കുടിച്ചു വരുന്ന ഈ മനുഷ്യനോട് എന്നാ സംസാരിക്കാനാ? ഞാൻ മടുത്തു. ഞാൻ ഈ ഭർത്താവിനെ കുറച്ച് ദിവസം ഈ ധ്യാന മന്ദിരത്തിൽ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നിർത്തി. അദ്ദേഹം അത്യാവശ്യം നോർമൽ സ്റ്റേജിലൊക്കെ എത്തിയപ്പോൾ ഞാൻ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കുറേ സങ്കടങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ചെറുപ്പത്തിൽ അപ്പൻ മരിച്ചുപോയി. അപ്പൻ്റെ മരണം ഇദ്ദേഹത്തെ താങ്ങാൻ പറ്റിയില്ല. വിഷം കഴിച്ചാണ് അപ്പൻ മരിച്ചത്. ആ മരണത്തോടുകൂടി വല്ലാത്ത ഭാരം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വന്നു. ചെറുപ്പത്തിൽ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥ. ഇദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരുന്ന് പറയാം, അച്ഛാ ഞാൻ മദ്യപാനം ആരംഭിച്ചത് ആ ഒറ്റപ്പെടലിൽ നിന്നും എൻ്റെ അപ്പൻ്റെ മരണം എന്നിൽ ഏൽപ്പിച്ച വിഷമത്തിൽ നിന്നൊക്കെ മറികടക്കാനാണ്. പക്ഷേ അതാരും ഇന്നേ വരെ എന്നോട് ചോദിച്ചിട്ടില്ല. അച്ഛനാണ് ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്നത്. അച്ഛാ എന്നെ ഭാര്യ കുറ്റപ്പെടുത്തും, എൻ്റെ മറ്റുള്ളവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തും. അച്ഛാ എൻ്റെ ഉള്ളിലുള്ള വിഷമം ഒരു മനുഷ്യനും മനസ്സിലാവുന്നില്ല. ഇതെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്യപാനം മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾക്കൊക്കെ അടിമകളായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരുടെ ഉള്ളിലുള്ള അവസ്ഥ വചനം പഠിപ്പിക്കുന്നു. തടവുകാർക്ക്, തടവിൽ കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതരായിട്ടുള്ളവർക്ക് സ്വാതന്ത്ര്യം, അന്ധരായിട്ടുള്ളവർക്ക് കാഴ്ച. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ദിവസത്തെ വലിയ സമ്മാനമാണിത്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട വചനമാണ്. യെശയ്യായുടെ പ്രവചനം 61 അധ്യായം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 61 വേഴ്സ് 1. 1ഉം 2ഉം തിരുവചനം ഒന്ന് വായിച്ചേ. യെശയ്യായുടെ പ്രവചനം 61 അധ്യായം. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ 61 അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് യേശുവിനെ കുറിച്ചുള്ള വലിയ ഒരു പ്രവചന വചനമാണ്.
യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുക. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. യെസ്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തിയിൽ വചന ശുശ്രൂഷ നടത്തപ്പെടുന്നത്, ഒരു വ്യക്തി അഭിഷേകം ചെയ്യപ്പെടുന്നത് എന്തിനു വേണ്ടി? നിങ്ങൾ ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടി? നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്തിനു വേണ്ടി? കൃത്യമായ ഉത്തരം വചനം പഠിപ്പിക്കുന്നു. ചില മേഖലകളിൽ ചില ദൈവിക ഇടപെടലുകൾ സംഭവിക്കണം. വചനം പറയാണ്, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കണം. ഹൃദയം തകരുന്ന അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹൃദയം തകർന്ന് ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഹൃദയം തകർന്ന് ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായി ഉണ്ടോ? ഹാർട്ട് അറ്റാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഹൃദയാഘാതം അത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഹൃദയം തകരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം തകരുക, ഹാർട്ട് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയമെന്ന് പറയുന്ന നമ്മുടെ ഓർഗൻ, അവയവം തകരുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന അവസ്ഥ, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന വിഷമം, സങ്കടം, ഭാരം. ഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്നേഹത്തോട് ബന്ധപ്പെടുത്തിയാണ്. ഹാർട്ട് ഈക്വൽ ടു ലവ്. ഹൃദയം സമം സ്നേഹം. അങ്ങനെയല്ലേ? അല്ലേ? ഐ ലവ് യു എന്ന് പറയുമ്പോൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നത് എന്താ? ലവിൻ്റെ സ്ഥാനത്ത് ഹാർട്ടിൻ്റെ ഇമേജാണ്. ചുമന്ന ഹാർട്ട്, പച്ച ഹാർട്ട്, വെള്ള ഹാർട്ട്, അല്ലേ? പലതരം കളറുകളൊക്കെ അവൈലബിൾ ആണ് വാട്സപ്പിലെ. ഹാർട്ട് ഈക്വൽ ടു ലവ്. സ്നേഹമെന്ന് പറയുന്നതാണ് ഹൃദയം. അപ്പൊ സ്നേഹത്തിൽ വിള്ളലുകൾ ഉണ്ടാവുന്നതാണ് ഹൃദയത്തിൻ്റെ മുറിവ്. അത് ഉള്ളിലാണ് ഉണ്ടാവുന്നത്. ഈ മുറിവ് അവിടെ കിടന്നാൽ നമ്മുടെ സ്വഭാവത്തെ മുഴുവൻ നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്കട്ടെ, ഉള്ളിലുണ്ടാവുന്ന വേദനയാണോ പുറമേ ഉണ്ടാവുന്ന വേദനയാണോ കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്? കേട്ടില്ല. ഓൺലൈനിലുള്ളവർക്കും പറയാം. അതായത് ഉള്ളിലുള്ള വേദനയാണോ പുറമെയുള്ള വേദന? പുറമേയും വേദനയുണ്ടല്ലോ. ഇപ്പം കൈ ഒടിഞ്ഞു, വേദനയുണ്ട്. കാലൊടിഞ്ഞു, വേദനയുണ്ട്. ആ വേദനയാണോ ഉള്ളിലുള്ള വേദനയാണോ കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്? ഉള്ളിലുള്ളത്. കാരണം പറ. കാരണം എന്താ? കാരണം മറ്റുള്ളവർക്കാർക്കും നിന്റെ ഉള്ളിലുള്ള വേദന മനസ്സിലാവില്ല. നിന്റെ ഉള്ളിലാണത്. നിന്റെ ഉള്ളിലാണ് ആ വേദന കിടക്കുന്നത്. മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവർ ചോദിക്കും, നിനക്കെന്നാ പറ്റി? നീ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്? നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആവേണ്ടത്. നീ മിടുക്കനാവും. പറ്റണ്ടേ? ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിൽ, ഉള്ളിൽ ഭാരം ഉണ്ടെങ്കിൽ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് നമ്മളെ ഉപദേശിക്കാം, മറ്റുള്ളവർക്ക് നമ്മളെ കുറ്റപ്പെടുത്താം, മറ്റുള്ളവർക്ക് നമ്മളെ പലതരത്തിൽ വിഷമിപ്പിക്കാം. പക്ഷേ ഉള്ളിൽ കിടക്കുന്ന ഈ അവസ്ഥ ഇത് നമുക്ക് മാത്രമേ മനസ്സിലാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ ഈ വചന ശുശ്രൂഷ സമയത്ത് എന്നോടും നിന്നോടും പറയുന്ന കാര്യം, ഹൃദയം തകർന്ന അവസ്ഥ വചനം പഠിപ്പിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും. കണ്ടോ? പുറമെയുള്ളതല്ലെന്ന് അകത്ത്. കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷകൻ, വളരെ പ്രശസ്തനായ ശുശ്രൂഷകനാ, അദ്ദേഹം സംസാര മധ്യത്തിൽ എന്നോട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം, അച്ഛാ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ബ്രദറെ, നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ട്, എന്തിനെങ്കിലും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണോ? അപ്പോൾ അദ്ദേഹം പറയാം, അച്ഛാ കാര്യം ശരിയാ, ഞാൻ വചന ശുശ്രൂഷയൊക്കെ നന്നായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് വർഷം മുമ്പുണ്ടായ ഒരു സംഭവം അതെൻ്റെ ഈ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുക. ഞാൻ ചോദിച്ചാൽ, അത് കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടല്ലോ. അതേ, എന്നോടൊരാൾ പറഞ്ഞൊരു കാര്യം,
അതെൻ്റെ തലയ്ക്കകത്ത് കിടക്കുന്നു. എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര വെറുപ്പ്. വലിയ ശുശ്രൂഷകനാ. അദ്ദേഹം എന്നോട് പറയാം, അച്ഛാ ഇതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും, ഓർക്കും തോറും ഭാരം, വെറുപ്പേ, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമയെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കും, പക്ഷേ അച്ഛാ എനിക്ക് ഈ കാര്യം ഓർക്കുമ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ ഇങ്ങനെ കിടക്കുക, പുറമെ നല്ല പ്രസംഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാ. നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നു, നമ്മളെ പീഡിപ്പിക്കുന്നു, കെട്ടിയിട്ടിരിക്കുന്നു. പിശാച് ചില കാര്യങ്ങൾ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നു. നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്ന IT കമ്പനി ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ, നല്ല മിടുക്കൻ. ഒന്നാം ദിവസം താമസിച്ചുള്ള ധ്യാനത്തിന് അവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പൊക്കോട്ടെ. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയേ? അച്ഛാ എനിക്കൊരു ശ്രദ്ധ കിട്ടുന്നില്ല. സംസാരിച്ച് വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സത്യമായിട്ടും അച്ഛാ എൻ്റെ പ്രശ്നം, എനിക്ക് ഒരു മനുഷ്യനെ പോലും മുഖത്ത് വിശുദ്ധിയോടെ നോക്കാൻ പറ്റുന്നില്ല. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഞാൻ ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് അശ്ലീല ചിത്രങ്ങളാണ് എൻ്റെ തലയിൽ വരുന്നത്. അച്ഛാ എനിക്ക് വിശുദ്ധിയോടെ എനിക്ക് ഒരാളെ നോക്കാൻ പറ്റുന്നില്ല. ഈ ചെറുപ്പക്കാരൻ്റെ അപ്പൻ പണ്ട് മരിച്ചു പോയതാ. അമ്മയുണ്ട്, അനുജത്തിയുണ്ട്. ഇവൻ പറയും, എൻ്റെ വീട്ടിൽ പോലും അച്ഛാ എൻ്റെ അവസ്ഥ ഇങ്ങനെയാ. എൻ്റെ അമ്മയുടെയും അനുജത്തിയുടെയും മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ തലയിൽ അശ്ലീല ചിന്തകൾ വരുന്നു. സംസാരിച്ച് വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ ഞാൻ മൊബൈൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിന് അടിമയാണ്. കൊറോണ കാലത്ത് തുടങ്ങിയതാ അച്ഛാ. സമയം ഇഷ്ടം പോലെയുണ്ട്, ഇൻ്റർനെറ്റും മൊബൈലൊക്കെ കയ്യിലുണ്ട്. അച്ഛാ കുറേ നാളുകൾ ആ കാലഘട്ടത്തിൽ വെബ് സീരീസും സിനിമയും കുറച്ച് ഗെയിമൊക്കെ കളിച്ചു. ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്നറിയാവോ അച്ഛാ? ഞാൻ അവസാനം അശ്ലീല ചിത്രങ്ങൾ കാണുന്ന സൈറ്റുകളൊക്കെ അന്വേഷിച്ച് പോവുക. അച്ഛാ എൻ്റെ ഉള്ളിൽ പലപ്പോഴും ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെ ആവരുതെന്നാണ് ആഗ്രഹം, പക്ഷേ ഇതൊരു അടിമത്തമാണ്, സ്ലേവറി. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അനേക വ്യക്തികളെ നശിപ്പിക്കുന്ന, പുറമെ ആരും കാണുന്നില്ലല്ലോ, കയ്യിലെ മൊബൈൽ ഫോൺ ഒറ്റയ്ക്കിരിക്കുന്നു. രാത്രികാലങ്ങളിലൊന്നും മാത്രമല്ല, ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ കാണുന്ന കാഴ്ചകൾ ശ്രദ്ധിക്കണം. പിശാചി ഈ ചെറുപ്പക്കാരൻ പറയാ, അച്ഛാ എന്നെ കെട്ടിയിട്ടിരിക്കുക, അച്ഛാ എൻ്റെ വീട്ടിലൊരു സ്വാതന്ത്ര്യ സന്തോഷമില്ല, എന്നെ കെട്ടിയിട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതൊരു ബന്ധനമാണ്, അതൊരു അടിച്ചമർത്തപ്പെട്ട അവസ്ഥയാണ്, അത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള അന്ധതയാണ്. ഇത് നമ്മൾ പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇങ്ങനെയുള്ള ചില അടിമത്തങ്ങൾ ഉണ്ട്. ഇന്ന് ഈശോ നിനക്കും എനിക്കും നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാവോ? ഈ മേഖലയിൽ ഒരു സ്വാതന്ത്ര്യം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, വിടുതൽ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. എന്ത് നൽകാൻ? വിടുതൽ. പറഞ്ഞേ വിടുതൽ. ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഡെലിവറൻസ് എന്നാണ്. വിടുതൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കെട്ടഴിക്കുക, കെട്ടിയിട്ടിരിക്കുന്ന ഒന്നിനെ അഴിക്കുക, റിലീസ് ചെയ്യുക. നിന്നെ ഏതെങ്കിലും തിന്മ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ കെട്ടിയിട്ടിരിക്കുന്ന തിന്മയിൽ നിന്നും നിന്നെ അഴിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. യെശയ്യായുടെ പ്രവചനം 58 അധ്യായം 6 തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 58 വേഴ്സ് 6, 6 തിരുവചനം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. കണ്ടോ, എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന? ഉപവാസം. വചനം പഠിപ്പിക്കുകയാണ്, ദുഷ്ടതയുടെ കെട്ട് പൊട്ടിക്കുക. പറഞ്ഞേ, ദുഷ്ടതയുടെ കെട്ട് പൊട്ടിക്കുക. പറഞ്ഞേ, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക. നുകത്തിന്റെ കയർ അഴിക്കുക, മർദ്ദിതരെ സ്വതന്ത്രരാക്കുക, നുകങ്ങൾ ഒടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊടിക്കുക? നഖങ്ങളല്ല, നുകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെ അതിനെ ഒടിക്കുക, ഭാരത്തെ മാറ്റണം. ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാതന്ത്ര്യം വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഭാരപ്പെട്ട് ഓർത്തോണ്ടിരിക്കും ചിലരെ കണ്ടിട്ടില്ലേ?
അവരിങ്ങനെ ഓർത്തോർത്തോണ്ടിരിക്കും. അയ്യോ, പണ്ടെനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ. ഇതിങ്ങനെ ഓർത്തോർത്തോണ്ടിരിക്കും. ഇല്ലെങ്കിൽ ചില ദുശീലങ്ങൾ ഉള്ളിൽ കിടക്കുന്നു, ഭാരം ഇങ്ങനെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അനേക തരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്, അടിച്ചമർത്തപ്പെട്ട അവസ്ഥയുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം വേണം. ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. ഈ ലൂക്കാസ് വിശേഷം 4-ാം അധ്യായത്തിൽ അതിന്റെ 21-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 21. 4-ാം അധ്യായം നമ്മൾ നേരത്തെ വായിച്ച വചനത്തിന്റെ തുടർച്ചയാണ്. 4-ാം അധ്യായം അതിന്റെ 21-ാം തിരുവചനം പറയുന്നു, അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ. അതാണ് വചന ശുശ്രൂഷയുടെ പ്രത്യേകത. ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ വന്നവരോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കർത്താവ് ഒരു സമ്മാനം തരുന്നെന്ന്. ആ സമ്മാനമാണിത്. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ഇത് സംഭവിക്കുന്നു. ഉച്ചത്തിൽ പറ ആമേൻ, ആമേൻ. ഭർത്താവ് അപ്രതീക്ഷിതമായി ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയ ഒരു സ്ത്രീ പോട്ടാശ്രമത്തിൽ വന്നു. വീടിനടുത്തുള്ള ഒരു സ്ത്രീ കൂട്ടിക്കൊണ്ടുവന്നതാ. കുറെ നാളായിട്ട് വീടിൻ്റെ അകത്ത് ഇങ്ങനെ അടഞ്ഞിരിക്കുക, ആരോടും മിണ്ടിയാല. ഭർത്താവിൻ്റെ മരണം താങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നുള്ള ചോദ്യങ്ങളുണ്ട്. പള്ളിയും പ്രാർത്ഥനയൊക്കെ ഈ സ്ത്രീ നിർത്തി. കാരണം ഇതെന്നാ മര്യാദയില്ലാത്ത പരിപാടിയാണ്. ദൈവത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ആളെ എടുത്തോണ്ട് പോകാവോ? കുറേ ചോദ്യങ്ങൾ, കുറേ ഭാരങ്ങൾ. അപ്പോൾ വീടിനടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ വാ. അങ്ങനെയാണ് പോട്ടാശ്രമത്തിൽ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് പരിശുദ്ധ കുർബാനയും വചന ശുശ്രൂഷയും ഇങ്ങനെ ഇരുന്ന് കേൾക്കുക. പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അൾത്താരയിൽ ശുശ്രൂഷ നടത്തുന്ന വൈദികനിത വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരി. ആ സഹോദരിയുടെ ഉള്ളിൽ നീറുന്ന ദുഃഖമാണ്. ജീവിത പങ്കാളി മരിച്ചുപോയതിൻ്റെ ദുഃഖം. എന്നാൽ ആ ജീവിത പങ്കാളി ഇപ്പോൾ ആ സഹോദരിയുടെ ശിരസിന് മുകളിൽ നിന്ന് ആ സഹോദരിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട മാത്രയിൽ ഞാൻ ഈ പറഞ്ഞ സഹോദരി വിശ്വസിച്ചു, യെസ്, എന്നെ കുറിച്ചാണ്. കർത്താവിന് എന്നെ മനസ്സിലായി. എന്നെ മനസ്സിലായി. എൻ്റെ ജീവിത പങ്കാളി മരിച്ചുപോയി, പക്ഷേ സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആ സ്ത്രീക്ക് കിട്ടിയ ഉണർവും ഉന്മേഷവും ഈ പോട്ടാശ്രമത്തിൽ തിരിച്ചു പോകുമ്പോൾ വന്ന പോലെയല്ല തിരിച്ചു പോയത്. മറിച്ച് വലിയ അഭിഷേകത്തോടുകൂടി സന്തോഷത്തോടുകൂടെ പോയി. എന്താ? ആ സ്ത്രീക്കൊരു ബോധ്യം കിട്ടി, എൻ്റെ ജീവിത പങ്കാളി എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അന്തോനിസ് പുണ്യവാളനോട് പ്രാർത്ഥിക്കുന്നത് പോലെ, യൂദാ തദേവുസിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കും. ആ സ്ത്രീക്ക് കിട്ടിയ വലിയൊരു ബോധ്യം. അതാ വചനം പറയുന്നത്, നിങ്ങൾ ഇത് കേട്ടിരിക്കെ തന്നെ ഇത് നിന്നിൽ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 18 പ്രഖ്യാപിക്കുന്നതനുസരിച്ച് ഈ വചനത്തിന്റെ ശക്തി നമ്മിൽ നിറയും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ പറഞ്ഞ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ.